ഹായ് ഗൈസ്, നമ്മളിപ്പോൾ വശം പോകുന്നത് ചിമ്മിനി വൈൽഡ് ലൈഫ് സെൻറ്ററിലുള്ള ഒരു ട്രക്കിങ്ങിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 33 കിലോമീറ്ററാണ് നമ്മുടെ ചിമ്മിനിയിലേക്കുള്ളത്. ഇങ്ങോട്ടുള്ള വഴി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ബൈക്കിൽ വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല എയിം വഴിയായിരുന്നു. പേപ്പർ ഫ്രീ ആണോ? എടുത്തോളാൻ പറഞ്ഞ എത്ര ട്രക്കിങ്ങിന് എത്ര? വേറെ സ്ഥലത്താണല്ലേ. ഇവിടെ നമ്മള് വണ്ടി കയറ്റി വിടാൻ എത്ര ഒരാൾക്ക്? 140. ഒരാൾക്കാ? ബൈക്കും നമ്മള് 3 ആൾക്കാരും കൂടിയിട്ട് 140 ആണ് വന്നത് കേട്ടോ. ബൈക്കിന് ഒരാൾക്ക് 40 രൂപ, ബൈക്കിന് 10 രൂപ. അപ്പൊ നല്ല ട്രാവൽ ആയിരുന്നല്ലേ നമ്മള് വരുന്ന വഴിക്ക്. നല്ല വഴി, നല്ലതായിരുന്നു. പോവാ നമുക്ക്. ഞാൻ ഊഞ്ഞല്ലാട്ടോ. ടിക്കറ്റ് കിട്ടി ഗൈസ്. പറ കാര്യങ്ങൾ പറ. 300, 600 രൂപ. 2 ആളാണെങ്കിലും 600 രൂപ, ഒരാളാണെങ്കിലും 600 രൂപ, 4 ആളാണെങ്കിൽ 200 എക്സ്ട്രാ. ഓസി. അപ്പൊ നമ്മൾ കറക്റ്റ് ആൾക്കാരെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പീസ് എന്തെങ്കിലും കിട്ടുണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വെർഗത്തോട് ചൂരത്തല ട്രക്കിങ്ങിനാണ്. നമ്മുടെ വൈൽഡ് ലൈഫ് സെൻറ്ററിയുടെ ഉള്ളിലുള്ളത്. ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് നടക്കാനുള്ളൂ. അത് വളരെ ഈസി ഒരു വേ ആയിരുന്നു. കൂടുതലായിട്ട് നമുക്ക് ചാടി ഓടി അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. 1 കിലോമീറ്റർ ആനയുണ്ട്, പന്നി, കടുവന്റെ ഇഞ്ചറൊക്കെ നമ്മൾ കാണില്ലല്ലോ. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ഇവിടെ ട്രക്കിങ്ങിന് അനുവദമുള്ളൂ. ഇപ്പോൾ ഗൈഡറിന് ചേച്ചി തന്നെ ഒരു 2-3 വട്ടം ഒരേ ദിവസം തന്നെ ചിലപ്പോൾ ഇവരോടൊപ്പം പോവും. ഇവിടുത്തെ മെയിൻ സൈറ്റ് വ്യൂസ് എന്ന് വെച്ചാൽ ആനയാണ്. നമ്മൾ സ്ഥിരമായിക്കണ ആനനെ കാലത്തിന് പിന്നെ പല വട്ടം ഇവരെ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇവർ പോകുന്നത് ഒരു കരടിയുടെ കഥയാണ്. നമ്മൾ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു കരടി ഇവിടെ മുന്നിൽ വന്ന് പെട്ടു. പക്ഷെ ഇവരൊന്നും അറ്റാക്ക് ചെയ്യാണ്ട് അത് സാവധാനം തിരിഞ്ഞു പോയിന്ന ഒരു കഥ ഇതിലൂടെ കേട്ടു. തുറക്കാൻ സാധ്യതയുണ്ടോ? പറമ്പികളൊക്കെ ഈ ഭാഗമൊക്കെ പെട്ടതാണ്. അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. എത്ര ദൂരം ഉണ്ടായിരിക്കും? അതെത്രയാണെന്നറിയില്ല. 10-12 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് അവിടേക്ക് 12 കിലോമീറ്ററാ? അതിലും കൂടുതലുണ്ടാവുമോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പോയിട്ടില്ല, കൊറേയൊക്കെ പോയിട്ടുണ്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ പോയിട്ട് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ നിർത്തി വെച്ചേക്കാം. പിന്നെ ആനപ്പോര് പറഞ്ഞ സ്ഥലമുണ്ട്. ഇപ്പൊ അവിടെ ടെന്റൊക്കെ ഉണ്ട്. ആരെങ്കിലും ഇപ്പൊ കൊണ്ടു. ഇവിടെ അപ്പുറത്തെ നമ്മുടെ ഡാമിന്റെ കൂടെ ചങ്ങാടത്ത് കൂടെ പോയിട്ടൊക്കെ പോകുമ്പോൾ ഒരു അയറുമാടൊക്കെ ഇട്ട് എന്റെ അച്ഛനൊക്കെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിർത്തി വെച്ചേക്കാം. എന്റെ അച്ഛനൊരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പെന്ന് പറഞ്ഞിട്ട്. പാലിന്റെ കൂടെ വന്ന് അതിന്റെ ഇതേപോലെ തന്നെ അവരെ കുറെ ടീമായിട്ട് ചങ്ങാടത്തിൽ കുറെ ദൂരം പോയി. പിന്നെ അവിടെ അതിന്റെ മോള് ഏറുമാടം അങ്ങനെയൊക്കെ ആയിട്ട്. ഈ ഒരു പാട് കണ്ടോ? ഈ പാട് നമ്മളൊരു പുലി വന്നിട്ട് മരത്തുമ്മ ഇട്ട് ഉരയ്ക്കണ ഒരു പാടാണിത്. ഈ ട്രക്കിങ്ങിൻ്റെ മറ്റൊരു സ്പെഷ്യൽ പോയിൻ്റാണ് ചൂരത്തല വാട്ടർഫോള്. അത് നമ്മുടെ പാറയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് വെള്ളം ചാടുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അവിടെ നിന്ന് കുളിക്കാനും നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ് അവിടെയൊക്കെ.
നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച കാർബൺ മൂവിയുടെ ഷൂട്ടിംഗ് വരെ ഈ കാടിനുള്ളിൽ നടന്നിട്ടുണ്ട്. ആ ചേച്ചി ഇത് അതാണ് ലാസ്റ്റ് പോയിന്റ് കണ്ടതാണ് തിരിച്ച് പോയിന്റ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അല്ല മുകളിൽ നിന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം.